Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer ഞാൻ പാടാവേ. Okay. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ലോകം സോറി മാം ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നും പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. പണ്ടത്തെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇതായിരുന്നു ഏറ്റവും കോമൺ ആയിട്ട് പാടിയിരുന്ന ഒരു പ്രയർ. സോ നിങ്ങൾക്ക് 10നും 11നും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഞാൻ ഇനി തിയറി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. മോർണിംഗ് നാളെ 11:30ക്കാണ് ക്ലാസ്. ജസ്റ്റ് ഒന്ന് പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്നും കൂടെ എന്നിട്ടേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. എന്നാലും പേഴ്സണൽ ഗ്രൂപ്പിൽ എല്ലാരെയും കൂടെ ഒന്ന് അറിയിക്കൂ കേട്ടോ, 10നും 11ലുള്ളവര്. 11:30ക്ക് നമ്മൾ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഓക്കെ അത് ഫിനിഷ് ആകുന്നുണ്ടെങ്കിൽ ആയില്ലെങ്കിൽ മാത്രം നൈറ്റിൽ നമുക്ക് ഒന്നുകൂടെ വെക്കേണ്ടി വരും. നൈറ്റിലെ മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. 11:30ക്ക് ഞാൻ കൂടി വന്നാൽ 1.5 മണിക്കൂർ 2 hours പോകില്ല. കാരണം എല്ലാവരും ഒന്ന് ഫെഡപ്പ് ആയി പോകും. അപ്പൊ അതാകുമ്പോഴേക്കും മൈൻഡ് അപ്പ് ചെയ്യും. തീർന്നില്ലെങ്കിൽ നമ്മൾ രാത്രി ഒന്നുകൂടെ കാണും. 2-ാം തീയതി അല്ലേ ടേം 2 എക്സാമിനേഷൻസ് വരുന്നു. മെയിൻ എക്സാം ഡേറ്റ് എന്നാ? മെയിൻ എക്സാം എന്നാ പറഞ്ഞിരിക്കണേ? വന്നു, ഡേറ്റ് വന്നു ഇല്ല. ഓക്കെ, സോ നമ്മള് ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മുടെ മക്കളെ ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് സോളാർ സിസ്റ്റത്തില് 9 പ്ലാനറ്റ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ പഠിക്കുന്ന സമയമായപ്പോഴേക്കും അത് 8 ആയി. കൂടുതൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൂടുതൽ കണ്ടുപിടിച്ചപ്പോൾ പ്ലൂട്ടോ ഒരു ഡാഫ് പ്ലാനറ്റ് എന്നുള്ള രീതിയിൽ പ്ലാനറ്റിന്റെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബോഡി മാസ് ആയിട്ട് പ്ലൂട്ടോയെ കരുതുമായിരുന്നു. അങ്ങനെ 8 പ്ലാനറ്റ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ശരിക്കും പല ട്രഡീഷൻ ബിലീഫിനനുസരിച്ച് നവഗ്രഹങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു നമ്മളുടെയൊക്കെ ജാതകങ്ങൾ എഴുതപ്പെട്ടത്. അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ അത് അതിനെ കണക്ട് ചെയ്ത് നമ്മുടെ അസ്ട്രോണമി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ടീച്ചർക്ക് നമ്മളിപ്പം ഈ ഒരു അക്കാദമിക് ഇയർ കുട്ടികളെ പഠിപ്പിച്ച ഒരു രീതിയോ അല്ലെങ്കിൽ മെത്തേഡോ ആയിരിക്കില്ല നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ വരുമ്പോൾ. ടീച്ചറും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീച്ചേഴ്സ് മാത്രമല്ല, നമ്മൾ വീടുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെ, അവരും അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. കാരണം പേരക്കുട്ടികളുടെ കൂടെ മിങ്കിൾ ആവാൻ മേർജ് ആയി പോകണമെങ്കിൽ നല്ലപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ അതിലൊരാളാണ് കേട്ടോ. എന്റെ കുട്ടികളുടെ കൂടെയും ചേച്ചിയുടെ കുട്ടികളുടെ കൂടെയും മേർജ് ആവാനായിട്ട് അമ്മ ശരിക്കും അപ്ഡേറ്റഡ് ആകുന്നത്. അമ്മ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മയുടെ വീട്ടിലെ അന്നത്തെ സാഹചര്യങ്ങൾ കാരണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു റെഫറൻസ് ആണ്. എന്ത് കാര്യങ്ങൾക്കും ഡോക്ടറാണോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അഭിപ്രായം ചോദിക്കണോ എല്ലാം അമ്മ എങ്ങനെ അപ്ഡേറ്റഡ് ആകുന്നു. അമ്മ പറയായിരുന്നു, അമ്മ പഠിക്കുമായിരുന്നെങ്കിൽ അമ്മ എവിടെ എത്തുമായിരുന്നു, അമ്മയ്ക്ക് പോലീസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അമ്മ 2ാമത്തെ മോളായിരുന്നു. അമ്മയുടെ അമ്മയ്ക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നമുണ്ട്.
ഓരോ 6 മക്കളുണ്ടായിരുന്നു അമ്മയുടെ അമ്മയ്ക്ക്. അമ്മ അവര് സിബ്ലിങ്സ് അവർ 6 പേരായിരുന്നു. അപ്പം അമ്മയുടെ അമ്മയ്ക്ക് ഓരോ ഡെലിവറി കഴിയുമ്പോഴും ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഈ ബേബികളെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പം ഈ ബേബികളെയൊക്കെ നോക്കിയത് അമ്മയായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ആദ്യം അമ്മ എന്ന് വിളിച്ചത് എന്റെ അമ്മേനെയാണ്, ഈ സിബ്ലിങ്സ് എല്ലാം. അപ്പൊ അത് കാരണം 7ാം ക്ലാസ്സിൽ പഠിത്തം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പക്ഷെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റെഫറൻസാണ്. എന്തിനും ഏതിനും കാര്യങ്ങൾ ചോദിക്കാനും നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇത് അതിനൊരു സൊല്യൂഷൻ ഒക്കെയാണ് ആള്. പേരക്കുട്ടികൾക്കും അത് തന്നെ, അവർക്കും അങ്ങനെയാണ്. അപ്പൊ ശരിക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സുമായി മാറണം. നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എവറി ഡേ വി ഹാവ് ടു ഡെവലപ്പ്, ആ ഒരു രീതിയിൽ പോകാം. ഞാനിപ്പം എനിക്ക് തോന്നുന്നു 2024 ഫെബ്രുവരിയിലാണ് ശരിക്കും മോണ്ടിസോറി ട്രെയിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 2024 നിന്നും 25 നവംബറിലേക്ക് എത്തുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം ആകാൻ പോകുമ്പോഴേക്കും കുറേ മാറ്റങ്ങൾ ആയിട്ടുണ്ട്. ഓരോ ബാച്ചിനും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഫസ്റ്റ് 2 ബാച്ചിന് ഞങ്ങൾ ഞാൻ അശ്വിനിയും മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ബാച്ചായപ്പോ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൂടി. അപ്പം ഏതോ ഒരു ബാച്ചിലാരോ പറഞ്ഞു, ഈ ബാച്ചിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് 2 ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് പറഞ്ഞു. കാരണം അത് അവരെ ഞങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തത് ഞങ്ങളായിരുന്നു, രണ്ടുപേരും കൂടിയായിരുന്നു, ഞാൻ അശ്വിനി കൂടിയായിരുന്നു. അപ്പം ആ ഒരു ഡിഫറൻസ് ഒന്നും. പിന്നെ ടീച്ചേഴ്സ് വന്നു, കുറെ കൂടെ നമ്മുടെ സബ്ജക്റ്റിനെ കുറച്ചുകൂടെ ഞങ്ങൾ നല്ലപോലെ അറിഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതി മാറി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി മാറി. സെയിം തന്നെ ആ ഒരു മെത്തേഡും ഡെവലപ്പ് ചെയ്തു, ടീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. നമുക്കിതിൽ ചലഞ്ചസ് വരും. ഈ ചലഞ്ചസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതാണ് നെക്സ്റ്റ്. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്, ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പലപ്പോഴും ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറഞ്ഞു, യുണീക്ക് ആണ്, അവർക്ക് പല പല ഡിഫറൻസസ് ഉണ്ട്, എല്ലാവർക്കും ഒരേപോലെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെൽക്കമിംഗ് ക്ലൈമറ്റ് ആയിരിക്കണം ക്ലാസ് റൂമിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും രീതിയിലൊരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വന്നാൽ, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, ഇന്റലക്ച്വൽ ലെവലിലാണെങ്കിലും ഏതൊരു ലെവലിലാണെങ്കിലും, ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എന്തെങ്കിലും ഡീഫോർമേഷൻ ഡിസബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ, പേജ് നമ്പർ 73 സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 73 കിടക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ക്രിട്ടിക്സ് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ക്രിട്ടിക്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ പേജസ് അയക്കുന്നു. ക്രിട്ടിക്സും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടേബിള് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ആക്സസും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും, അല്ലാതെ പഠിക്കുന്ന കുട്ടികളെ മാത്രം മുന്നിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണ്. നമ്മൾ ശരിക്കും ജസ്റ്റ് ആവറേജ് കുട്ടികളെയും ബിലോ ആവറേജ് കുട്ടികളെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. മിക്ക സ്കൂളുകളിലും പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു വിഭാഗം കുട്ടികളെ ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്ന പോലുള്ള കുട്ടികളെ കാണാനായിട്ട് പറ്റും. ഞാൻ ഇന്റർവെൻഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും അതേപോലുള്ള കാര്യങ്ങൾ. അവരുടെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, അവര് ഒന്നും ശ്രദ്ധിക്കില്ല, ഒന്നും ചെയ്യില്ല, ക്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും, അങ്ങനെ പറയും. ഈ കുഞ്ഞു മക്കളെ കുറിച്ചും ടീച്ചേഴ്സ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ KG സെഷനിലൊക്കെ പോകുമ്പോൾ പറഞ്ഞതായിട്ട് ട്രെയിനീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ഒന്നും എടുത്തില്ല, അതിന് ഒന്നും ചെയ്യേണ്ട, അത് അവിടെ ഇരുന്നോളൂ, അത് അവിടെ ഇരിക്കട്ടെ, ഒന്നും ചെയ്യിക്കേണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കുട്ടികളെ ട്രെയിനീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെ ഫോക്കസ് ചെയ്യും. അവരെ എഴുതില്ല എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ചലഞ്ച്, അതിന് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അവനിലെ ഇത് മനസ്സിലാക്കി അവനെ കൊണ്ട് അവരെ ഒരു 1 വീക്ക് ആണെങ്കിലും 2 വീക്സ് ആണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ പല ട്രെയിനീസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചെല്ലുന്നത് ഇതുപോലുള്ള ഒരു വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിലായിരിക്കും ആ കുട്ടികള്. അപ്പൊ അവർ ഓൾറെഡി ടീച്ചേഴ്സ് തറഞ്ഞു കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഈ അഡോളസൻസ്, അവർക്കങ്ങ് വാശിയാവും. പിന്നെ അവര് മൈൻഡ് ചെയ്യില്ല, അവർക്ക് ആ ഒരു റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ കൂടെ കോ-ഫെസിലിറ്റേറ്റർ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്ന ഒരു പയ്യൻ, അതിപ്പോ ജർമ്മനിയിലാണ് കേട്ടോ. വളരെ
ഡെഡിക്കേറ്റഡ് ആണ്. ആളുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആ പ്രോഗ്രാം, ജർമ്മനിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുക. പക്ഷെ ഓൾവേസ് കീപ്പ് ഇൻ ടച്ച്. ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ കുട്ടിയാണ്. ഇന്നലെ ആളുടെ വളരെ വിഷമത്തോടെയുള്ള ഒരു മെസ്സേജ് എനിക്ക് വന്നു. വേറെ ഒന്നുമല്ല, അവിടെ സ്നോഫോളിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുട്ടികൾ പറയുമായിരുന്നു, ഞാനും പറഞ്ഞിരുന്നു സ്നോഫോൾ വരുമ്പോൾ ഞങ്ങളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരണേ. പക്ഷെ ഞാൻ ഇന്നലെ ഈവനിങ് ടെമ്പിളിലായിരുന്നു, അമ്പലത്തിലായിരുന്നു. ആ സമയത്ത് അത് എനിക്ക് ജോയിൻ ആവാൻ പറ്റില്ല. കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ആകാത്തവർക്ക് വേണ്ടിയിട്ട് സ്നോഫോളിന്റെ പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറെ മെസ്സേജ് ഫോർവേഡ് ചെയ്തേക്കുന്നു. ഏതോ ഒരു കുട്ടിയുമായിട്ടുള്ള വോയിസ് മെസ്സേജ് ആണ്. ഞാൻ എന്നോട് ആദ്യമേ തന്നെ ഇത് ഞാൻ കുറച്ച് സെറ്റ് ഓഫ് വോയിസ് മെസ്സേജസ് ഇങ്ങനെ അയക്കുവാണ്, മാം ഒന്ന് കേട്ടിട്ട് പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടു. എന്നോട് പറഞ്ഞത്, അവൻ എന്നോട് സംസാരിച്ചത് വളരെ ഡിസ്റെസ്പെക്റ്റോട് കൂടിയാണ്. ഒരു മോനിട്ടോ 10th ആയി കുട്ടികൾ ഡിസ്റെസ്പെക്റ്റോട് കൂടിയാ സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ കുട്ടി പല്ലില് കമ്പി ഇട്ടിട്ടുണ്ട്. ഈ റബ്ബർ ഇങ്ങനെ ടൈറ്റ് ആകാനായിട്ടൊരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമല്ലോ. പല്ലില് കമ്പിയിട്ട് അത് ടൈറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഒരു സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നും. ഞാൻ പറഞ്ഞു അതായിരിക്കാം, അല്ലാതെ അവനങ്ങനെ ഡിസ്റെസ്പെക്ട് ഒന്നുമില്ല. പക്ഷെ ഇതൊന്നും സമ്മതിക്കുന്നില്ല. അവന്റെ ടോൺ കേൾക്കും. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ സംസാരിക്കുന്ന, ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോഴും അതേ ടോണിൽ തന്നെ കണ്ടിന്യൂസ്ലി സംസാരിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പല്ലില് കമ്പി ഇട്ടിട്ടുണ്ട് സാറേ, അത് ടൈറ്റ് ചെയ്തു, അതിന്റെ ഒരു പ്രശ്നമായിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ കുട്ടി അങ്ങോട്ട് എന്തോ തർക്കിച്ചു എന്ന് തോന്നുന്നു. അതല്ല, നിന്നെ സംസാരിക്കുന്നതിൽ ഡിസ്റെസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് സാറിന് അങ്ങനെ തോന്നിയോന്ന് ചോദിച്ചു. നമ്മൾ തോന്നിയതല്ല, അതാണ് ശരി. ആ കുട്ടി പറഞ്ഞു തോന്നിയതല്ല, അതാണ് ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്കെ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈ പറഞ്ഞു. ആ മെസ്സേജാണ് ലാസ്റ്റ് കാണുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവന് ഫീൽ ചെയ്തിട്ടാണ് അവൻ ബൈ പറഞ്ഞതെന്നും എന്റെ കോ ഫെസിലിറ്റേറ്റർ ജർമ്മനിയിലുള്ള ആൾക്കും ഫീൽ ചെയ്തിട്ടാണ് ആൾ എനിക്ക് ഈ മെസ്സേജസ് ഫോർവേഡ് ചെയ്തത്. അവൻ എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ വായിൽ നിന്ന് വന്നുള്ളത് കേട്ടേനെ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു പതുക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെസ്സേജ് ഇട്ടു. കുട്ടികൾക്ക് ശരിക്കും സാർ അല്ലായിരുന്നു ആളിട്ടോ, ചേട്ടൻ എന്നാ വിളിക്കാറ്. കാരണം എഞ്ചിനീയറിംഗ് ജസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷം ബ്രേക്ക് എടുത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ആ സമയത്ത് ഈ സ്കൂളിൽ വന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പിള്ളേർക്ക് ചേട്ടൻ എന്നായിരുന്നു മിക്കവരും വിളിച്ചിരുന്നത് ക്ലാസ് ടൈം അല്ലാത്തപ്പോ. അവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, ഭയങ്കര സ്നേഹം ഇഷ്ടമൊക്കെ ആയിരുന്നു. എന്നെ ഒരു അമ്മയെ പോലെയും ഈ ആള് ചേട്ടനും ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്ക് നല്ലൊരു സ്പേസ് കൊടുക്കും കേട്ടോ. കാരണം അഡോളസന്റ് ഗ്രൂപ്പാണ്, അവർക്ക് ആ ഒരു ഏജിലുള്ള ആളാവുമ്പോ പെട്ടെന്ന് അവര് മേർജ് ആവുമല്ലോ. അപ്പൊ ഞാനത് കാരണം കുറച്ചൊന്ന് മാറി നിന്ന് ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മദർ എന്നുള്ള രീതിയിൽ ബാക്കിലിരിക്കും. സ്നേഹവും ഉണ്ട്, അതുപോലെ സ്ട്രിക്റ്റ് ആ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ആള് ജർമ്മനിയിലേക്ക് പോയപ്പോഴേക്കും കുട്ടികൾ ഭയങ്കര ഡൗൺ ആയി. അതെനിക്ക് ഫീൽ ചെയ്തിരുന്നു. അവർക്ക് എപ്പോ വരും എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് മറുപടി അയച്ചു, അഫ്രാസ് വിഷമിക്കണ്ട, അത് കുട്ടി ഡിസ്റെസ്പെക്ട് ഒന്നും ആവില്ല, നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും, മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ്സിങ്ങിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവനിൽ നിന്ന് വന്നതായിരിക്കാം, അവനും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തു എന്നറിയില്ല. ഇനി നാളെ സമയം കിട്ടുവാണെങ്കിൽ 12 ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ ഞാൻ എല്ലാ സാറ്റർഡേസ് ആണ് ഈ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നത്. ആഫ്റ്റർനൂണിൽ 12 ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ എനിക്ക് നല്ല രീതിയിൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരോട് ജോയിൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ മക്കള് നമ്മുടെ മുന്നിൽ വരും, ഇതുപോലെ പല ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികൾ വരും. അപ്പം അവരുടെ ചില എക്സ്പ്രഷൻസ് കാണുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഒന്ന് ഉള്ള് തൊടുക എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടേണ്ട ഫസ്റ്റ് ക്വാളിറ്റി. അവരുടെ ഹൃദയത്തെ തിരിച്ചറിയുക. അതെ, ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, വെൽക്കമിങ് ക്ലൈമറ്റ്, അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ആ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കുക, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, അവർക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ട്, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട്, ഡിഫോമിറ്റീസ് ഉണ്ട്, അത് മനസ്സിലാക്കി അവർക്ക് ഇന്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് ശരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു ടേബിളിന്റെ മുകളിലാണ് അത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് ഞാനൊന്ന് പറഞ്ഞു പോയിരുന്നു, എന്നോട് ഒന്ന് പറയാം. സീരിയസ് എക്സാമിനേഷൻ, അതാണ് ക്രിട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു അനാലിസിസ് മെത്തേഡ്, അതാണ് ഈ ടേബിള് കാണുന്നത്. എന്തെങ്കിലും ഒരു ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിന് ഓൾട്ടർനേറ്റീവ്സ്, പകരം എന്ത് കൊടുത്താൽ അത് ശരിയാകും, അല്ലെ? നമ്മൾ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയില്ലേ, സിമിലർ അത് തന്നെ. അപ്പൊ അത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും, അതാണ് ജസ്റ്റിഫിക്കേഷനിൽ വരുന്നത്. ആ 3 ടേബിൾ അതാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ എന്തെന്ന് മനസ്സിലാവില്ല.
സീരിയസ് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എക്സാമിനേഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് സംതിങ്, എന്തിനെങ്കിലും നമ്മൾ അത് അനലൈസ് ചെയ്ത് ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ ഫങ്ഷൻ ചെയ്യാനായിട്ട് എപ്പോഴും അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കും അല്ലെ. ഇതിന് അങ്ങനെ വരുമ്പോൾ അതിനൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങളിലാണ് ഇത്, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകും, ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്റെ സമയം വെറുതെ കളയാൻ, വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു, ചിലർക്ക് അതായിരിക്കാം, അതുകൊണ്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. ചിലർക്ക് അവരുടെ ശരിയായ ഒരു പ്രായത്തിൽ അവർക്ക് ടീച്ചർ ആകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നത്തെ സിറ്റുവേഷനും അതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റും ഒക്കെ നോക്കിയപ്പോൾ ആ സമയത്ത് ടീച്ചിങ് ജോബിന് പോകാൻ പറ്റിയില്ല. സോ എനിക്കൊരു ടീച്ചർ ആകണം, അത് കൊച്ചു കുഞ്ഞുങ്ങളോട് സ്നേഹം കൂടുതലാണെങ്കിൽ അവരുടെ ടീച്ചർ ആകാൻ ആഗ്രഹം, അതുകൊണ്ടായിരിക്കും. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് എന്റെ മറ്റു പല കാര്യങ്ങളും പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അല്ലെ. പലർക്കും നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കംസ് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ഇത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ ഐ ക്യാൻ സ്റ്റാർട്ട് എ സ്കൂൾ, എനിക്കൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു ടീച്ചറായിട്ട് ജോബ് ഒരിടത്ത് എനിക്ക് നോക്കണം, അത് എനിക്ക് ഓവർസീസ് പോകണം, അത് പുറത്ത് ഗൾഫ് കൺട്രീസിലോ യൂറോപ്യൻ കൺട്രീസിലോ പോകണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗൾഫ് കൺട്രീസിൽ എളുപ്പമാണ് കേട്ടോ മോണ്ടിസോറി ചെയ്താൽ. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് സ്ഥലത്ത് നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, അവർ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല മിക്ക കൺട്രീസിലും. ഗൾഫില് ബഹ്റൈനിലൊന്നും ചോദിക്കുന്നേ ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് ബഹ്റൈനിൽ ഇതുപോലെ ചെറിയ കുട്ടികളുടെ ടീച്ചറാണ്. ആ കുട്ടി പറഞ്ഞത് നാട്ടിലെ അംഗീകൃതമായ എവിടെന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിസ്ട്രി ജോബ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പോയവരുണ്ട്. പിന്നെ ഏതോ ഒരു ബാച്ചിലൊരു കുട്ടി ഗൾഫില് മോണ്ടിസോറി കോഴ്സ് ചെയ്തു, പക്ഷെ അതിനവിടെ ജോലി കിട്ടുന്നില്ല. നാട്ടിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനവിടെ ജോബ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ഓൺലൈൻ കോഴ്സിന് ചേർന്നൊരു കുട്ടിയുണ്ട്, അങ്ങനെയുണ്ട്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, വേറെ ആരും പറഞ്ഞു കേട്ടതാണ്, പക്ഷെ എന്നാ B.Ed ഇല്ലാതെ പുറത്തോട്ടൊക്കെ വലിയ ചാൻസ് ഇല്ലെന്നോ അങ്ങനെ എന്തോ പറയണു, അത് നേരാണോ? അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ പുറത്തു പോയത് അവര് ആർക്കും B.Ed ഇല്ല. നിങ്ങളുടെ ബാച്ചിന്റെ കാര്യമല്ല ഞാൻ പറയണത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പുറത്തു പോകാൻ വേണ്ടിയിട്ടായിരുന്നു കോഴ്സിന് ജോയിൻ ചെയ്തത്. മിക്കൊരു 90% കുട്ടികളുടെയും ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിലാണ്. അവർക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് ജോയിൻ ആകാനും കൂടെ ഒരു ജോബ്, എല്ലാരും പോയ ഉടനെ തന്നെ അവിടെ പ്ലേസ്ഡ് ആയി. പിന്നെ ഇപ്പൊ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നില്ല. ഈ ബഹ്റൈനിലെ കുട്ടിയെ കോൺടാക്ട് ചെയ്തപ്പോ അതെന്നോട് ഇതാ പറഞ്ഞത്. ഞാൻ റീസെന്റ് അതിനെ കോൺടാക്ട് ചെയ്തു. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മോണ്ടിസോറിയിൽ ഒരു സർട്ടിഫിക്കറ്റ് മതി എന്നാണ് അതെന്നോട് പറഞ്ഞത്. B.Ed ചോദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഹയർ ക്ലാസ്സിലേക്ക് ആയിരിക്കും കേട്ടോ. മോണ്ടിസോറി ക്ലാസ്സിലേക്ക് യൂറോപ്യൻ കൺട്രീസിൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് എങ്ങനെയാണ്, അത് ഇച്ചിരി ടഫ് ആണെന്ന് തോന്നുന്നു കിട്ടാൻ. യൂറോപ്യൻ കൺട്രീസിലാകുമ്പോൾ നിങ്ങൾ IELTS ഒക്കെ പാസ്സായി അങ്ങനെ പോകണം തോന്നുന്നു. ഓരോ കൺട്രി ബേസ് വെച്ചിട്ടായിരിക്കും അല്ലേ? ഗൾഫ് കൺട്രീസിൽ കിട്ടി, ഫ്രണ്ട്സിന് കിട്ടി, പിന്നെ നമ്മുടെ പല ബാച്ചിലുള്ളവർക്കും കിട്ടിയതുകൊണ്ട് എനിക്ക് അത് അറിയാം. പലരും അവിടെ നിന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്തവരുണ്ട്, അവർക്കെല്ലാം അവിടെ സ്കൂളുകളിൽ കിട്ടി. ഓക്കെ മാം. അതൊരു അങ്ങനെ ഒരു ഇഷ്യൂ ആരും ഇതുവരെ ഒരു ബാച്ചിന് കേട്ടില്ല കേട്ടോ. B.Ed ഉണ്ടെങ്കിലേ പുറത്ത്. ഞങ്ങളുടെ കോമൺ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്ന കേട്ടു ഓരോരുത്തരെ, അതായിരുന്നു ഞാൻ ചോദിച്ചത്. ഇപ്പൊ 6ൽ ഒരു കുട്ടി ഇവിടെ ഒമാനിലായിരുന്നു. ആ കുട്ടിക്ക് എക്സാം റിസൾട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അത് വേഗം ഒരു ബയോഡേറ്റ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ആയി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും കിട്ടിയപ്പോഴേക്കും വേഗം തന്നെ അത് കൊണ്ടു കൊടുത്തപ്പോ അവിടെ അടുത്തൊരു സ്കൂളിൽ കിട്ടി. പിന്നെ അവിടെ ഇവര് വീടുകളിൽ ചെറിയ രീതിയിൽ പ്രീ സ്കൂൾ പോലെ ചെയ്യുന്നുണ്ട്, ഡേ കെയർ പോലെ. അതും നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. 17 കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് ആ ഒരു വീട്ടിൽ സ്പേസിൽ. KG സെക്ഷനിലേക്ക് B.Ed നിർബന്ധമില്ല, PG ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഹയർ സ്കൂൾ, അതായത് ഹൈസ്കൂളിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്കൊക്കെയാണ് B.Ed മസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. നമുക്ക് അവിടെ ഒരു സ്കോപ്പും ഇല്ല B.Ed ഇല്ലാതെ. 4th വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ PG വെച്ചിട്ട്. അതെ, പക്ഷെ B.Ed മസ്റ്റ് ആണ്. പക്ഷെ അത് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ എടുക്കണമെങ്കിൽ B.Ed ഇല്ലാതെ അവര് എടുക്കാനെങ്കിലും പറയുന്നുണ്ട് അവര്. പിന്നെ ടെമ്പററി പോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. ഗൾഫ് കൺട്രീസിന്റെ കാര്യമാണോ പറയുന്നത്?
അത് ഞാനിപ്പോ അവിടെ അന്വേഷിച്ചെടുത്തൊക്കെ ഹൈസ്കൂളിലേക്കൊക്കെ നോക്കുമ്പോ അവര് BEd മസ്റ്റായിട്ട് പറയുന്നുണ്ട്. PG ഉണ്ടെങ്കിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷെ BEd അവര് എന്നാലും BEd ചോദിക്കുന്നുണ്ട്. KG-യിലേക്കൊന്നും അത് ആ ഒരു വിഷയമില്ല. കമ്പ്യൂട്ടറിൽ നമ്മള് MSCയോ MCA ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുമായിരിക്കും. അവിടെ ഒന്നും BEd പ്രശ്നം ഉണ്ടാവില്ല. അത് തന്നെ BEd വേണ്ടല്ലോ. ചില മാത്സ് ഒക്കെ MSc മാത്സ് ആണെങ്കിലും അവർ എടുക്കാറുണ്ടെന്ന് തോന്നുന്നു. സബ്ജക്ട് വൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ എനിക്ക് MA ഇംഗ്ലീഷ് ആണ് ഞാൻ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവര് ഒരു സബായിട്ട് ഒരു BEd ഉണ്ടോ എന്നൊരു അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവരത് ചോദിക്കുന്നുണ്ട്. ചിലപ്പോ സുജിതയും BEd ഉള്ള ഒരു കുട്ടിയും കൂടെ ഇന്റർവ്യൂവിന് ചെല്ലുവാണെങ്കിൽ BEd ഉള്ള കുട്ടിക്കായിരിക്കും ചിലപ്പോ ഒരു പ്രയോറിറ്റി കൊടുക്കും. അതെ അതെ, അങ്ങനെ ആരും ഇല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് വെച്ച് നമുക്ക് കിട്ടാം. അതെ അതെ, കുട്ടിയും വന്നു നമ്മള് ഒരു ഇതില് PG സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് നോക്കുമ്പോൾ മാനേജ്മെന്റിന് തീരുമാനിക്കും. മിനിസ്ട്രി അങ്ങനെയൊക്കെ വരുമ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ട് വരുന്നവരായിരിക്കും ഈ സ്റ്റാൻഡേർഡ് നോക്കുന്നത്. BEd വേണം, അല്ലാതെ റെസ്ട്രിക്റ്റ് എന്തായാലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേക്കൻസി ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ആ പോസ്റ്റ് കിട്ടും. പക്ഷെ കേരളത്തിലുള്ള അത്രയും ആ ഒരു BEdന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതില്ല. BEd ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്ന് മാത്രം. പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്കൂളുകളിലേക്കും വിളിക്കുന്നത് അവിടെ BEd ഒന്നും ഇല്ല. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യയില് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ടീച്ചേഴ്സ് നമ്മുടെ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. അത് 6ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിന് BEd ഒന്നുമില്ല, ഏതോ ഒരു സബ്ജക്റ്റില് ഡിഗ്രി എടുത്തിട്ടുണ്ട്. വേറൊരു ടീച്ചർ കയറിയതും ആള് ചെറിയ ക്ലാസ്സിലെ ബാംഗ്ലൂരാണ് പഠിപ്പിക്കുന്നത്. BEd ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ് വേണം, വർഷങ്ങളായി പഠിപ്പിക്കുന്നു. അപ്പൊ അവരൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞില്ലായിരുന്നു. അപ്പം നോർത്തിലും ഈ പറയുന്നത് കേരളത്തിലായിരിക്കാം ഈ പറഞ്ഞ പോലെ BEdന് അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമല്ലോ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്കൂളുകളിൽ. അതുകൊണ്ടായിരിക്കും ഒന്നത് മോണ്ടിസോറി ചെയ്യുമ്പോൾ PG ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. PG ഉണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല. പിന്നെ ഇറ്റ്സ് യുവർ പെർഫോമൻസ് ഓൾസോ. ലൈക്ക് ഇങ്ങനെ പോകുമ്പോൾ മാനേജ്മെന്റ് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി KG സെഷൻ മാത്രമായിട്ട് എടുക്കാമല്ലോ മോണ്ടിസോറി കഴിഞ്ഞിട്ട്. BEd വേണമെന്നില്ല. അപ്പൊ പിന്നെ ഈ കോഴ്സ് കൊണ്ട് ശരിക്കും അർത്ഥമില്ല. രണ്ടും രണ്ട് തലവാ. BEdും മോണ്ടിസോറി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. BEdും MEdും കഴിഞ്ഞവര് നമ്മുടെ ഇവിടെ ഇതിനകത്ത് വന്ന് മോണ്ടിസോറി ചെയ്തിട്ടുണ്ട്. BEd ചെയ്ത സമയത്ത്, അതായത് MEd ഒക്കെ കഴിഞ്ഞ സമയത്ത് അവർക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പക്ഷെ മോണ്ടിസോറി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ചിലപ്പോ പ്രയോറിറ്റി കിട്ടിയിട്ടുണ്ടാവും. കാരണം BEdും MEdും ഉണ്ടോ ഇപ്പൊ ഹയർ ക്ലാസ്സിലേക്ക് അവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ഇത് പറഞ്ഞു. അപ്പൊ പ്ലാൻ A പ്ലാൻ B എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു വിഷൻ, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഈ പ്ലാൻ A നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസൾട്ട് ഔട്ട്കം, അല്ലെങ്കിൽ പ്ലാൻ B ആണെങ്കിൽ ഔട്ട്കം ഇതായിരിക്കും എന്നുള്ള, അല്ലാണ്ട് എന്താ റിസൾട്ട് കിട്ടും എന്നറിയാതെ ചുമ്മാ ഒരു ആക്ഷൻ ചെയ്യുവല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ലൈക്ക് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യാൻ ഇത്ര ടൈമിൽ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനെന്ന് വിചാരിക്കും. പക്ഷെ സംടൈംസ് ഈ ഒരു പ്രീസെറ്റ് പ്ലാൻസിനെ നമ്മളൊരു ഷോർട്ട് പീരീഡിൽ തന്നെ അതിനെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കേസസും വരാറുണ്ട്. സ്കൂളിന്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്കൂളില് അക്കാദമിക് ആയിട്ടും നോൺ അക്കാദമിക് ആയിട്ടും ആക്ടിവിറ്റീസ് നടക്കും. അക്കാദമിക് ലെവലില് അനാലിസിസ്, അസസ്മെന്റ്, പരീക്ഷകൾ ഒക്കെ വരും അല്ലെ. കോ കരിക്കുലം അല്ലെങ്കിൽ നോൺ അക്കാദമിക് ആയിട്ട് വരുന്ന ആർട്സ് ഫെസ്റ്റിവൽ, ആനുവൽ ഡേ, സ്പോർട്സ്, പിന്നെ ചില പ്രോഗ്രാംസ് റിലേറ്റഡ് വിത്ത് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലുമായിട്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, ലൈക്ക് ദാറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. സംടൈംസ് ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് അവധികളൊക്കെ വരുമ്പോൾ ചില പ്രീസെറ്റ് പ്ലാൻസ് കട്ട് ഷോർട്ട് ചെയ്യും. എന്റെ മോള് പഠിക്കുന്ന സമയത്ത് ഒരു സീനിയർ ബാച്ച് ട്രെയിനിൽ കയറിയിട്ട് നോർത്തിലേക്ക് എന്തോ പോയി, അങ്ങനെ ടൂർ എന്തോ ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് കോവിഡിന്റെ ഔട്ട് ബ്രേക്ക് വന്നത്. ഒരു പ്ലാൻ ചെയ്ത് വെച്ച കാര്യം, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ എല്ലാമായിട്ട് ആ പ്ലാൻസിലേക്ക് പോകുന്ന സമയത്താണ് കോവിഡ് ഔട്ട് ബ്രേക്ക് വരുന്നത്. അങ്ങനെ തന്നെ അത് ക്യാൻസൽ ചെയ്തു. കോവിഡിന്റെ എഫക്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു വന്ന സമയത്ത് ഒരു 1 ഡേ ട്രിപ്പിൽ അത് ഒതുക്കി. മോർണിംഗ് പോയി വൈകിട്ട് വരുന്ന രീതിയിൽ എവിടെയോ പോയിട്ട്. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ സംടൈംസ് നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഷോർട്ട് പീരീഡിൽ തന്നെ.
പിന്നെ ഇപ്പോ നമ്മളിപ്പോ ക്രിട്ടിക്സ് പറഞ്ഞു അല്ലെ, അതിന്റെ സീരിയസ് എക്സാമിനേഷൻ, അത് ക്രിട്ടിസൈസ്, അതിനെ വിമർശിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും. ഇപ്പോഴുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന് വരുന്ന ഒരു ക്രിട്ടിക്സ് അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യം ടീച്ചർ സെന്റേഡ് ആണെന്നുള്ള രീതി. ഇപ്പൊ പറഞ്ഞല്ലോ ട്രഡീഷണൽ മെത്തേഡ് മോണ്ടിസോറി മെത്തേഡിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. അപ്പൊ ടീച്ചർ സെന്റേഡ് ആയി പോകുന്നതാണ് ഒരു പ്രോബ്ലം ക്ലാസ് റൂം മാനേജ്മെന്റ്. ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലം തന്നെയാണ് അല്ലെ. ടീച്ചർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ടീച്ചർ ഫോക്കൽ പോയിന്റ്, ടീച്ചർ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു, ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു, ടീച്ചർ കമാൻഡ് ചെയ്യുന്നു, ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ആ രീതിയിൽ കുട്ടികൾ പോകുന്നു, അവിടെ ഇന്ററാക്റ്റീവ് സെഷൻസ് നടക്കുന്നു. അങ്ങനെ ടീച്ചർ സെന്റേഡ് ആകുന്നു. അതാണ് ഒരു ക്രിട്ടിക്. അതിന് നമുക്ക് മാറ്റാനുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് സെഷൻ വെക്കുക, സ്റ്റുഡൻറ് സെന്റേഡ് ആക്കുക എന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുക. അതാണ് ടീച്ചർ ഒരു ഫോഴ്സ് ആയിട്ട് നിന്നോട്ടെ, ഡോമിനന്റ് ഫോഴ്സ്, കുട്ടീനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോമിനന്റ് ഫോഴ്സ് തന്നെയാണ് ടീച്ചർ. പക്ഷെ ഒരു അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നു, കുട്ടികളെല്ലാം കേട്ടുകൊണ്ടിരിക്കണം, അവരതൊക്കെ നിർബന്ധത്തോടു കൂടി അതെല്ലാം സമ്മതിക്കണം, അങ്ങനെയല്ല. കുട്ടികൾക്കും ഒരു സ്പേസ് വരണം. ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്ന ഒരു ക്രിട്ടിക്സ് പറയുന്നത്. പിന്നെ പലപ്പോഴും ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടാതെ വരുമ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു വിഷൻ ഇല്ലാതെ പോകുന്നു, ഔട്ട്കം കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ടീച്ചർമാർക്ക് ഓരോ ട്രെയിനിങ്, അതെന്ത് പ്രോഗ്രാം ആണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് അവർക്കൊരു ട്രെയിനിങ് വരുവാണെങ്കിൽ ആ ഒരു പ്ലാനിങ്, ഓർഗനൈസിങ് ക്ലാസ് റൂം, അതെല്ലാം ആ പ്രോസസ് എല്ലാം നല്ല രീതിയിൽ നടക്കും. അതൊക്കെ ഒരു ഫാക്റ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് റിയൽ എക്സ്പീരിയൻസസ്, അതായത് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് കൂടുതൽ, എക്സ്പീരിയൻസ് ആൻഡ് എക്സസൈസസ്, അവർ ലേണിംഗ് പ്രോസസ് പോകേണ്ടത് ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ് ആയിരിക്കും. ചുമ്മാ തിയറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പൊ ക്ലാസ് റൂമിൽ അതിന് പറ്റുന്ന രീതിയിലൊരു ക്ലൈമറ്റ് അത് പ്രൊവൈഡ് ചെയ്യണം. എക്സ്പീരിയൻസസും എക്സസൈസസും, അവർക്ക് ആക്ടിവിറ്റീസ്, പല കാര്യങ്ങളും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാനുള്ളത്. പിന്നെ കുറെ കാര്യങ്ങളിൽ ടീച്ചറെ പലപ്പോഴും ക്ലാസ് റൂം മാനേജ്മെന്റിൽ അഫക്റ്റ് ചെയ്യുന്നു. ഈ ടീച്ചർക്ക് ചില കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ്സ്, പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ടീച്ചിങ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കരിക്കുലം, അതായത് അതിന്റെ ഇഷ്യൂസ്, മേർജ്ഡ് കരിക്കുലം, പലപ്പോഴും സിലബസിൽ പല മാറ്റങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ടീച്ചർ പലപ്പോഴും അഫക്റ്റ് ചെയ്യുന്നു ആ ഒരു പ്രോസസ് പ്ലാൻസ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ചു മറിയുന്നൊരു ഇതാണ്. എപ്പോഴും ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ടീച്ചേഴ്സ് അതിനനുസരിച്ച് അപ്ഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കണം. ടീച്ചേഴ്സിന് പലപ്പോഴും പലതും മനസ്സിലാക്കാനും അത് പ്ലാൻ ചെയ്യാനും പുതിയ സ്റ്റേജിലേക്ക് പ്ലാൻ ചെയ്യാനും അതൊക്കെ പറ്റാതെ വരുന്നു പല ടൈമിലും. അതിന് ടീച്ചേഴ്സിനെ എക്യുപ്പൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ഒരു റെമഡി, ഈ ഒരു പ്ലാൻസ് സക്സസ് ആവാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇനി നമ്മൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്സ്, ഇങ്ങനെ ഒരു ടീച്ചർ ഡെവലപ്മെന്റും കരിക്കുലം ഡെവലപ്മെന്റിലും നമ്മൾ ഫേസ് ചെയ്യുന്ന പല പല പ്രശ്നങ്ങൾ. ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ. നമ്മൾ വിഷനും പറഞ്ഞു അല്ലെ. വിഷൻ, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം, എന്താണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി. മിഷൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ഉദ്യമം എന്നൊക്കെ പറയുന്ന പോലെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചു, അത് സക്സസ് ആവണം. ആ ഒരു മിഷൻ സക്സസ് ആവണം. നമ്മുടെ ഗോളിന്റെ ഒരു എൻഡാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ക്ലാസ് റൂം പ്രോസസ്സിലെ പ്രോപ്പർ പ്ലാനിങ്ങിന്റെ ആബ്സെൻസ്, അതും അഫക്റ്റ് ചെയ്യുന്നു ക്ലാസ് റൂം ഡെവലപ്മെന്റിനെ. പിന്നെ സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ് അല്ലെ, നമ്മളത് സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ് അസസ് ചെയ്യാൻ പല മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്, അത് മോണിറ്റർ ചെയ്യാനുള്ള അൺസയന്റിഫിക് ആയിട്ട് മെത്തേഡ്, സൂപ്പർവിഷനും മോണിറ്ററിങ്ങും അൺസയന്റിഫിക് ആയിട്ട് ശരിയല്ലാത്ത രീതിയിൽ വരുന്നതും അഫക്റ്റ് ചെയ്യുന്നു ഒരു ക്ലാസ് റൂമിന്റെ ഡെവലപ്മെന്റ്. പിന്നെ ക്ലാസ് റൂം എൻവിയോൺമെന്റിന് വളരെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. കുട്ടികൾ മണിക്കൂറുകളോളം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വെൽക്കമിങ് ആക്കണം അല്ലെ. അപ്പൊ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു പലപ്പോഴും ക്ലാസ് റൂം എൻവിയോൺമെന്റിൽ. പിന്നെ ആബ്സെൻസ് ഓഫ് അപ്രൈസൽ, സ്റ്റുഡൻസും
സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും കേട്ടോ. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അപ്രൈസൽ ഇല്ലാതെ വന്നാൽ അതും ക്ലാസ് റൂമിന്റെ ആ ഒരു നല്ലൊരു ഡെവലപ്മെന്റിന് തടസ്സവും. പിന്നെ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റുഡൻസ് ആസ് ഹ്യൂമൻ റിസോഴ്സസ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതിനെ മാക്സിമം യൂസ് ചെയ്യണം. അതായത് അവർക്ക് മാക്സിമം ചാൻസസ് കൊടുക്കണം. നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും പല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ അവരൊരു ഭാഗത്തുനിന്ന് ഇരുന്ന് പോകും. അവരുടെ കഴിവുകളൊന്നും പുറത്തു വരാനുള്ള ചാൻസസ് കിട്ടുന്നില്ല. അതും ക്ലാസ് റൂം ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. പിന്നെ ക്ലസ്റ്റർ ലെവൽസ് തുടങ്ങി ബ്ലോക്ക് ലെവൽസ്, ചെറിയ ലെവൽസ് തുടങ്ങിയിട്ട് ഹയർ ലെവൽസിലേക്കുള്ള ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ്. ക്ലാസ് റൂം വൈസ് പറയുവാണെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് അവർക്കൊരു പെർട്ടിക്കുലർ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും ബ്ലോക്ക് ലെവൽസിലേക്ക് പോകുമ്പോൾ ആക്ടിവിറ്റീസിന്റെ രീതി അതെല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അതിന്റെ പ്ലാനിങ് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ശരിയായ ഔട്ട്കം കിട്ടാതെ വരും. ഓക്കെ, ഇനി നമ്മൾ സജസ്റ്റ് ചെയ്യുവാണ്. സജസ്റ്റിംഗ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്സ്, ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ അതാണ്. ഓക്കെ, ആ ഒരു വിത്ത് ഡൂഎബിലിറ്റി അത് വേണമെന്നില്ല. സജസ്റ്റിംഗ് ക്രിട്ടിക്സ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. അല്ലെങ്കിൽ ഫസ്റ്റ് വൺ, ആ ടേബിളിലെ ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ. നമ്മൾ ഓൾറെഡി മുകളിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത് നമ്മൾ ടേബിളിൽ ഒന്നുകൂടെ ക്ലാരിറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ വിഷനും മിഷനും അത് നമുക്കൊരു ഐഡിയയിലടിക്കുക. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്താ വേണ്ടത്? ഒരു ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ അത് മുന്നോട്ട് കൊണ്ടുവരണം ആ ഒരു ക്ലാസ് റൂമിന്റെ പ്രോസസ്സിൽ. അങ്ങനെ ഒരു ക്ലിയർ വിഷനും മിഷനും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് എന്ത് ജസ്റ്റിഫൈ ചെയ്യാം? അങ്ങനെ നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ ക്ലിയർ ആയാൽ എന്താണ് ഉണ്ടാകുന്നത്? അത് ഒരു എഫക്റ്റീവ്, നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്ലാനിങ്, ഓർഗനൈസിങ് എല്ലാം വളരെ എഫക്റ്റീവാണ്. ജസ്റ്റിഫിക്കേഷനിൽ അത് വന്നു അല്ലെ. നമ്മളുടെ നെഗറ്റീവ് ക്രിട്ടിക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ ചെയ്യേണ്ടത് വിഷൻ മിഷൻ നല്ല ക്ലിയർ ആക്കുക. അത് ക്ലാസ് റൂമിന്റെ പ്രോസസ്സിന് ആ ഒരു ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്പ് ആവശ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വിഷൻ ആൻഡ് മിഷൻ ക്ലിയർ ആക്കുക ഓൾട്ടർനേറ്റീവ്സിൽ. അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ആ ഒരു ജസ്റ്റിഫിക്കേഷൻ. അങ്ങനെ ഒരു ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ് റൂമിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആയിട്ട് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് നടക്കും. മുകളിൽ പറഞ്ഞ ബുള്ളറ്റ് പോയിന്റ്സ് തന്നെ നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺസയന്റിഫിക് മെത്തേഡ്സ് ഓഫ് മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ക്ലാസ് റൂം പ്രോസസ്. ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റുഡൻസിന്റെ കാര്യമാണെങ്കിലും ആ ഒരു അൺസയന്റിഫിക് മെത്തേഡ് ഓഫ് മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ. ഇതിനു വേണ്ടിയിട്ട് അപ്പൊ സയന്റിഫിക് മെത്തേഡ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ലെ. അതാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സ്. നമ്മളുടെ ചലഞ്ച് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിരുന്നു അൺസയന്റിഫിക് വേ ഓഫ് മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ ആണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്. സോ നമ്മൾ എന്താ കൊടുക്കേണ്ട ഓൾട്ടർനേറ്റീവ്? സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. കുട്ടികളെ ഒബ്സർവ് ചെയ്യാനും അതിന് ഇപ്പൊ ടൂൾസോ ടെക്നിക്സോ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതും ഉപയോഗിക്കണം. അത് ഡെവലപ്പ് ചെയ്തെടുക്കണം, ഡിസൈൻ ചെയ്തെടുക്കണം. സൂപ്പർവൈസ് ചെയ്യുന്ന സ്റ്റാഫ് അതായത് പ്ലാൻസ് വരുന്നതിന് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർവൈസ് ആയിരിക്കണം സൂപ്പർവൈസ് ചെയ്യുന്ന സ്റ്റാഫ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ, അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷൻ മോണിറ്ററിങ് വെക്കുമ്പോൾ പ്രോസസ് ആ ഒരു പേഴ്സൺ, അതായത് കുട്ടികൾ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ സ്റ്റുഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും ആ ഒരു പ്രോസസ്. നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ് അല്ലെ, സൂപ്പർവൈസ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു കുട്ടികളെ. അപ്പൊ അവരുടെ പല കാര്യങ്ങളും മനസ്സിലാകാൻ നമ്മൾ ഇൻഡിവിജ്വലി അത് ചെയ്യുന്നു ഓരോ കുട്ടിക്കും. അല്ലാണ്ട് ഒരു ക്ലാസ് റൂം മുഴുവനായിട്ടല്ല സൂപ്പർവൈസിങ് മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതി, ഒരു പ്രോസസ് നല്ല രീതിയിൽ നടക്കും. നെക്സ്റ്റ് ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളെ ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി, എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതിന്റെ ഗുണം ക്വാളിറ്റി.
പ്രോപ്പർ ടൂൾസ് ഡിസൈൻ ചെയ്യണം. നമുക്ക് അതിന് വേണ്ടുന്ന ഓൾട്ടർനേറ്റ്സ്, ക്വാളിറ്റി ഓഫ് വർക്ക്, നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി, ഇപ്പൊ ചന്ദ്രയാനൊക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാ സ്റ്റേജിലെയും ക്വാളിറ്റി ഉറപ്പുവരുത്തും. യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്തും അല്ലെ. അപ്പൊ നമ്മളൊരു എക്സിക്യൂഷന് വേണ്ടിയിട്ട് കാര്യം പ്രോപ്പർ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യും. ഇത് അസസ് ചെയ്യുന്നത്, ആ ഒരു അനാലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ചെക്ക് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി തന്നെയാണ്. ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും. അതെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്, ദാറ്റ് ഈസ് അവർ ക്വാണ്ടിറ്റി ഈസ് 20 സ്റ്റുഡൻസ്. നമുക്ക് അവർക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ അവർക്ക് കൊടുക്കണം, ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഓരോ കുട്ടിയായിട്ടാണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 20 സ്റ്റുഡൻസിന് 4 ഗ്രൂപ്പായിട്ടോ 5 ഗ്രൂപ്പായിട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നത് അവർ ആ പ്രോസസ് ചെയ്യുമ്പോൾ ഉള്ള ക്വാളിറ്റി. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. ഇത് തന്നെയാണെന്നില്ല, എന്തെങ്കിലും ഒരു പ്ലാൻ നമ്മൾ ഒരു മിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിന്റെ ക്വാളിറ്റി നോക്കണം. നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, ടൂൾസ്, അതിന്റെ ക്വാളിറ്റി. പിന്നെ ക്വാണ്ടിറ്റി, നമ്മൾ ഒരു പ്ലാൻ എത്ര പേരിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കും. ശരിക്കും പലപ്പോഴും ക്വാളിറ്റി, ചില കാര്യങ്ങളിൽ ക്വാളിറ്റിയെക്കാളും ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ, unless both are given importance, കൊടുത്തില്ല എങ്കിൽ പ്ലാൻസ് പലപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഇപ്പൊ 20 സ്റ്റുഡൻസ് ഉണ്ട്, 20 സ്റ്റുഡൻസിന് നമുക്കൊരു കാര്യം അവരൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യിക്കണം, ഒരു ആക്ടിവിറ്റി കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യിക്കണം. 20 പേരിലും ആ ആക്ടിവിറ്റി എത്തണം. ഓരോരുത്തരും ആ ആക്ടിവിറ്റി മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും 20 രീതിയിലായിരിക്കും. അപ്പൊ ആ ഒരു ക്വാളിറ്റി നമ്മൾ ആക്സസ് ചെയ്യണം. അല്ലാതെ 20 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ 20 പേരുടെ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാനോ ആക്സസ് ചെയ്യാനോ പറ്റിയില്ല എന്ന് വിചാരിക്കും. നമുക്ക് അതിന് ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല. പ്ലാൻ സക്സസ്ഫുള്ളി ആക്യുറേറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് അപ്രൈസൽ. ആബ്സെൻസ് ഓഫ് അപ്രൈസൽ, നമ്മൾ അപ്രൈസൽ കൊടുക്കുക അല്ലെ, ഒരു അനുമോദനം എന്നൊക്കെ പറയുന്ന പോലെ. ചിലപ്പോൾ അത് ത്രൂ റിവാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ടോക്കൺ ഓഫ് വേർഡ്സ് ആയിരിക്കാം. അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്ന അപ്രൈസൽ. അപ്രൈസൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും ഉണ്ട്, ക്ലാസ് റൂം ലെവലിലും ഉണ്ട്. ഒരു സ്കൂളിന്റെ ലെവലിലും ഉണ്ടാവും. സ്കൂളിലൊരു ക്ലാസ് റൂംസ് കുറെ വരുന്നതാണല്ലോ സ്കൂൾ എന്ന് പറയുന്നത്. ഓരോ ക്ലാസ് റൂം ലെവലിലും ഉണ്ടാവും അപ്രൈസൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പുറത്തു പോയിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു, അതിൽ വിജയിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ തിരിച്ചു വരുമ്പോ എന്താ, ക്ലാസ് റൂമിലും കുട്ടിയെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും, ഹോൾ അസംബ്ലി വിളിച്ചിട്ട് ഹോൾ സ്കൂള് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ. ചെറിയൊരു എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും ക്ലാസ് റൂം ലെവലിലും അപ്രൈസൽ നടക്കും. ഓരോ പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഓരോ പ്ലാനും ഫ്രീക്വന്റ്ലി അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ, കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യുകയും വേണം. ആ സമയത്ത് ഒരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം വേണം ഈ ഇവാലുവേഷന്. എന്തെങ്കിലും കുറവുകളൊക്കെ വന്നാൽ അതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയറോടുകൂടി അതെല്ലാം നല്ല രീതിയിൽ ടീച്ചറുടെ പാർട്ടിൽ നിന്നാണെങ്കിൽ ടീച്ചറുടെ പാർട്ടിൽ അപ്പോൾ ഏതെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് പോകണം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ടീച്ചർ ഇപ്പൊ ചെയ്യുന്നു, ഒരു അസസ്മെന്റ് ജോലി ടീച്ചർ ചെയ്യുന്നു, എവിടെയെങ്കിലും ടീച്ചർക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്, ടീച്ചർക്ക് അത് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇത് സക്സസ് ആവുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്തു, അത് അസസ് ചെയ്തു, ആ ഒരു കംപ്ലീഷൻ പീരീഡിൽ സക്സസ് ആവുകയാണെങ്കിൽ അവിടെ ന്യൂ വേർഡ് ഉണ്ട്, അറ്റ് ജങ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷൻ എന്നുള്ള മീനിങ് ആണ്, ആ ഒരു അവസരത്തിൽ എന്നുള്ള മീനിങ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ
നമ്മൾ ഓരോ സ്റ്റെപ്പിലും ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് കൊടുത്ത് അത് ടീച്ചറെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇമ്പ്രൂവ്മെന്റ് ആണ് ശരിക്കും. ഇമ്പ്രൂവ്മെന്റ്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടെയാണ് നമുക്ക് സോട്ട് അനാലിസിസ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയ സ്ട്രെങ്ത് ഉള്ളതിനെ മോർ പവർഫുൾ ആക്കുക, ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക, ത്രെഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെയാണ് സോട്ട് അനാലിസിസ്. അങ്ങനെ ചെയ്ത് ആ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ അപ്രൈസൽ, അത് ക്ലാസ് റൂം ലെവലിൽ ടീച്ചർക്ക് ചെയ്യാനുണ്ടാവും, സ്കൂൾ ലെവലിൽ സൂപ്പർവൈസറോ ടീച്ചറോ ആരെങ്കിലും അത് ഏറ്റെടുത്ത് പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് സ്കൂൾ ലെവലിൽ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ സ്കൂൾ ഓൾ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഇത് അപ്രൈസൽ കൊടുത്തില്ലെങ്കിൽ ഒരു ടീച്ചർക്ക് പ്രോപ്പർ ആയിട്ട് സോട്ട് അനാലിസിസ് പോലും ചെയ്യാൻ പറ്റില്ല. സ്വന്തം സ്ട്രെങ്ത്, സ്വന്തം വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റില്ല, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാണ്ട്. അപ്പൊ അപ്രൈസൽ കൊടുക്കുമ്പോൾ ടീച്ചർ സ്വയം എക്വിപ്പ് ചെയ്യുകയാണ്. എനിക്ക് എന്റെ സ്ട്രെങ്ത് എന്താണ്, അത് മാക്സിമം പൊട്ടൻഷ്യൽ മാക്സിമം ഉപയോഗിക്കും, വരുന്ന വീക്ക്നെസ്, ത്രെഡ്സ് അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നോക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കുട്ടികൾ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതിനെ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചലഞ്ച് ക്രിട്ടിക് എന്ന് പറയുന്നത്. ഈ കുട്ടികളെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഈ ഹ്യൂമൻ റിസോഴ്സിന് പല സ്കിൽസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ, അവർ ശരിക്കും ഓരോ പ്ലാനിന്റെയും സ്കൂൾ ലെവലിലും ക്ലാസ് റൂം ലെവലിലും നടക്കുന്ന ഓരോ പ്ലാനിന്റെയും സക്സസിൽ വളരെ ഇമ്പോർട്ടന്റ് റോള് ചെയ്യുന്നവരാണ് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കി അതിനനുസരിച്ച് അവരെ മാക്സിമം യൂസ് ചെയ്യണം. സ്കൂളിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഐഡിയിൽ നിന്ന് നമ്മൾ കുട്ടികളെ കൺസിഡർ ചെയ്യൂലേ, അപ്പൊ അത് ശരിയായ രീതിയിൽ അവരെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും ഹ്യൂമൻ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ പലപ്പോഴും പലയിടത്തും വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്രോപ്രിയേറ്റ് അല്ലാതെ ഇത് ഹ്യൂമൻ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശരിക്കും ടൈമും എനർജിയും വേസ്റ്റ് ആവും. ടൈമും എനർജിയും വേസ്റ്റ് ആവുന്നു. അപ്പൊ ശരിക്കും കുട്ടികളെ നല്ല രീതിയിൽ യൂസ് ചെയ്യുവാണ്. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ നമ്മൾക്കൊരു ടോപ്പിക് എടുക്കാനുണ്ട്, ടീച്ചർ തന്നെ നിന്ന് പറയുമ്പോഴേക്കും ബുദ്ധിമുട്ട് വരില്ല. കുട്ടികളെ നല്ലപോലെ ക്ലാസ് എടുക്കാൻ അറിയുന്ന കുട്ടികളാണ് ലീഡ് ചെയ്യാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അപ്രൈസലും കൂടിയാണ്. അപ്പൊ അവർക്കാകെ ഹാപ്പിയാവും. അവർ തന്നെ പഠിക്കുന്നതിനേക്കാൾ വേറൊരാളെ പഠിപ്പിക്കേണ്ടി വരുമ്പോഴേക്കും അവർ ഭയങ്കര കമ്മിറ്റഡ് ആവും. കമ്മിറ്റഡ് ആവുമ്പോൾ അവർ നല്ല രീതിയിൽ അവരുടെ മാക്സിമം കഴിവുകൾ യൂസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യും. അപ്പൊ അവരെ ശരിയായ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. എന്നാൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് ടൈം, ബോത്ത് ടൈം ആൻഡ് എനർജി തന്നെയായിരിക്കും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് വിഷണറി ലീഡർഷിപ്പ്. 7 ക്രിട്ടിക്സ് ആണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ലാക്ക് ഓഫ് വിഷണറി ലീഡർഷിപ്പ്. എപ്പോഴും ഈ ഒരു ലീഡർഷിപ്പിന്റെ അതിനെ കുറിച്ചൊരു ഒരു അവയർനെസ് ഇല്ലാത്തതുപോലെ. ലീഡർഷിപ്പ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ക്ലാസ് ലെവലില് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അല്ലെ. അപ്പൊ ലീഡർഷിപ്പ് അത് നമുക്കിപ്പോ ടീച്ചർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരാളെ മോണിറ്റർ ചെയ്യുക, അവരെ എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരാളായിരിക്കും നമ്മൾക്ക് അതിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഒരു ലീഡർഷിപ്പ് എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരാള് വന്ന്, അല്ലാതെ വരുമ്പോ എല്ലാം ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കും. ഒരാൾ നിന്ന് കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് നീ ഈ കാര്യം ചെയ്യണം, നീ ഈ കാര്യം ചെയ്യണം. ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ അതിന്റെ പേജ് ഡിസൈൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക്, അതിലേക്കുള്ള വർക്കുകൾ കളക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക്, അതിന് അതിന്റെ ബഡ്ജറ്റ്, അങ്ങനെ ഓരോ കുട്ടികളെയും ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ ഒരു കാര്യം, ഒരു പ്ലാൻ, അവരുടെ ഉദ്ദേശം, അവരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗസീൻ ഇറക്കുക എന്നുള്ളതാണല്ലോ.
അപ്പൊ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അതെങ്ങനെ പോകണം അതിന്റെ പ്ലാനിങ്ങുകൾ. അപ്പൊ അത് നല്ലൊരു ലീഡർഷിപ്പ്, ഒരു മാഗസിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു 4 പേരുണ്ടെന്ന് വിചാരിച്ചു. ഈ 4 പേര് ബാക്കിയുള്ളവരെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ സ്പീഡാക്കി പെട്ടെന്ന് തന്നെ ആ മിഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ഔട്ട് ആവും. പ്രസന്റ് കോണ്ടെക്സ്റ്റിലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ലീസ്റ്റ് ബോതേർഡ് ആണ്. ഒരു ഗുഡ് ലീഡർ അല്ലെങ്കിൽ പലപ്പോഴും പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിട്ട്, ആരും അയാളെ ഫോളോ ചെയ്യുന്നില്ല, നല്ലൊരു ലീഡർഷിപ്പ് ഇല്ല, നല്ലൊരു ലീഡർ അല്ലെങ്കിൽ അയാൾ പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കില്ലല്ലോ, പ്ലാൻസ് സെറ്റ് ഔട്ട് ആകില്ല, അത് ഭംഗിയായിട്ട് ആ പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. പിന്നെ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് അറ്റ് ക്ലസ്റ്റർ ആൻഡ് ബ്ലോക്ക് ലെവൽ. ഓരോ അക്കാദമിക് കഴിയുമ്പോഴും ഈ സിലബസിന്റെ ഒരു പ്ലാനിങ് നടക്കാറുണ്ട്, കരിക്കുലം പ്ലാനിങ്. കരിക്കുലം മാത്രമല്ല, കരിക്കുലർ പ്ലാനിങ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ അക്കാദമിക് പ്ലാനിങ് അറ്റ് ക്ലസ്റ്റർ ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ലെവൽ, അതുപോലെ തന്നെ ബ്ലോക്ക് ലെവൽസ്, ഹയർ ലെവൽസ്, ആ ടീച്ചേഴ്സിനെ പലപ്പോഴും സ്കൂളിന്റെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സിന് അതിനുള്ള ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഒരു ട്രെയിനിങ് സെഷൻ, ഫാക്കൾട്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർമാർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു ക്ലസ്റ്റർ ലെവലിലും ബ്ലോക്ക് ലെവലിലും ചെറിയ താഴെ നിലയിൽ തുടങ്ങിയിട്ട് മുകളിൽ ലോ ക്ലാസ് തുടങ്ങി ഹയർ ക്ലാസ്സിലേക്ക് ആണെങ്കിൽ അങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് നല്ലൊരു ട്രെയിനിങ്ങും അതിന്റെ പ്രോപ്പർ പ്ലാനിങ്ങും കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, പലപ്പോഴും ഈ ക്ലസ്റ്റർ ലെവലിലും അതുപോലെ തന്നെ ബ്ലോക്ക് ലെവലിലും കാര്യമായ അക്കാദമിക് പ്ലാനിങ് ഒന്നും പലപ്പോഴും നടക്കാറില്ല. ഒരു ഇതിനെ ഇൻചാർജ് ആയിട്ടുള്ള ആള്, ആ ക്ലസ്റ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ ഇൻചാർജ് ആയിട്ടുള്ള ആള് പലപ്പോഴും ഗൈഡ് ചെയ്യുന്നു ഈ പല പ്ലാൻസും പ്രിപ്പയർ ചെയ്യാൻ. പ്രോപ്പർ ഇൻസൈറ്റ് ഒന്നും ഇല്ലാതെ, ഒരു ഉദ്ദേശമൊന്നും ഇല്ലാതെ ചുമ്മാ ചില പ്ലാൻസ് ഒക്കെ അങ്ങ് സെറ്റ് ചെയ്യുന്നു. ഞാനൊരു സ്കൂളിൽ പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോ അവിടെ വരാന്തയില് ഞാൻ ചെല്ലുന്ന അന്ന് തുടങ്ങി എനിക്ക് 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും കാണുന്നൊരു കാഴ്ചയാണ്. കുറേ ബുക്സ് ഇങ്ങനെ കെട്ടായിട്ട്, എന്റെ ഒരു ഷോൾഡറിന്റെ അത്രയും ഹൈറ്റിൽ ഇങ്ങനെ കുറെ ബുക്സ് ഇങ്ങനെ അട്ടിയായിട്ടിരിക്കുന്നു. ഈ ബുക്സ് ആവശ്യമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം മലയാളത്തിലുള്ളൊരു ബുക്കാണ്, ഒരു വർക്ക് ബുക്ക് പോലെയാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെന്നൊരു സംശയമുണ്ട്. അപ്പൊ ടീച്ചറിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, സിലബസിന്റെ ഇതില് ഇതൊന്നും ജയിക്കാനൊന്നും സമയം കിട്ടിയില്ല, അപ്പൊ അത് അവിടെ തന്നെ കിടന്നു. വെയിലും കൊണ്ടും മഴയും കൊണ്ടും നാശമായി. നല്ലൊരു ബുക്ക്, നമ്മുടെ കിഡ്സ് ആക്ടിവിറ്റി ബുക്കില്ലേ, ഏകദേശം അതുപോലെ. ഞാൻ ആ ബുക്കിന്റെ പേര് മറന്നുപോയി. ഗവൺമെന്റ് ഇറക്കിയ ഒരു ബുക്ക്. പലപ്പോഴും പ്രോപ്പർ ഇൻസൈറ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ അതൊന്നും അൺസക്സസ്ഫുൾ എക്സസൈസ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നത്. ആ ബുക്ക് നല്ല രസമുണ്ടായിരുന്നു വായിച്ചിട്ട്. നല്ല കുറെ കഥകളും കുറെ ആക്ടിവിറ്റീസും നല്ല നല്ല രസമുള്ളതായിരുന്നു. ഇപ്പം എഴുതാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, പിന്നെ കഥയിലൂടെ പല കാര്യങ്ങളും അങ്ങനെ മറിച്ചു നോക്കിയപ്പോ ഞാൻ കണ്ടത്. അത് പറഞ്ഞ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ എടുത്തില്ല, ചോദിച്ചിട്ട് എടുക്കാൻ നേരത്തെ എടുത്തില്ല, അവിടെ തന്നെ അയച്ചു. അപ്പൊ അതൊക്കെ ശരിക്കും എത്ര, എനിക്ക് തോന്നുന്നു ഒരു 500 ബുക്കെങ്കിലും കാണുമായിരിക്കും, 500 ബുക്കെങ്കിലും ഉണ്ടാവുമായിരിക്കും അവിടെ കിടന്നത്. ശരി കണ്ടപ്പോ ഒരു വിഷമം തോന്നി. ആ മഴ കൊള്ളണമുണ്ട്, മുകളില് ഇതുണ്ടെങ്കിലും സീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഈ മഴ ഭയങ്കര ശക്തിയിൽ പെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ തെറിച്ചതൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഫുൾ പൊടിയും പിടിച്ച് വെയിലും കൊണ്ട് ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക എത്രയോ ദിവസങ്ങളായിട്ട്. കുട്ടികൾക്കൊക്കെ വെറുതെ ഒന്ന് വീട്ടിലേക്ക് കൊടുത്തു വിട്ടാൽ നിങ്ങളത് സമയം കിട്ടുമ്പോൾ ചെയ്യും. കുട്ടികൾ ചെയ്യാനും ചാൻസ് ഇല്ല, എല്ലാം ഈ മൊബൈലിലാണല്ലോ. അതാണ് നമ്മളങ്ങനെ 7 ക്രിട്ടിക്സ് ആണ് പറഞ്ഞത്. 7 ക്രിട്ടിക്സും അതിന്റെ ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനെ ഒരു ചലഞ്ച്, ക്രിട്ടിക്സ് ചലഞ്ച് എന്ന് ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഒരു ചലഞ്ച് വന്നാൽ നമ്മൾ അതിന് പകരം സംവിധാനം എന്തൊരുക്കും, അതിന് ഓൾട്ടർനേറ്റീവ്സിന്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നത്, അതാണ് ജസ്റ്റിഫിക്കേഷനിൽ നിങ്ങൾ ടേബിളിൽ കാണുന്നത്. ഇത് കൂടാതെ ഇപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ എഫക്റ്റീവ് പ്ലാനിങ്ങിൽ വേറെയും പല സജഷൻസ് ഉണ്ട്, നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ടീച്ചർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക, അപ്രൈസൽ കൊടുക്കുക, പിന്നെ സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുക, സൂപ്പർവിഷൻ, അതുപോലെ തന്നെ ക്ലാസ് റൂം പ്രോസസ്സിലെല്ലാം. പിന്നെ സ്റ്റുഡൻസിനെ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുക, നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മൾ പറഞ്ഞു.
പിന്നെ ലീഡർഷിപ്പ്, നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ പ്ലാൻസ് സെറ്റ് ചെയ്യുന്നത് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ ബേസ് ലെവലിലും ഹയർ ലെവലിലും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും അൺസക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊക്കെ പറഞ്ഞത് ടേബിളിൽ പറഞ്ഞ 7 ക്രിട്ടിക്സിൽ. അത് കൂടാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ക്ലാസ് റൂം പ്രോസസ്സ് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. എംഫസിസ് ഓൺ ക്വാളിറ്റേറ്റീവ് എൻഹാൻസ്മെന്റ്. പലപ്പോഴും ക്വാളിറ്റി കൂട്ടുക, പഠന നിലവാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ക്വാളിറ്റി കൂട്ടുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇവാലുവേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല രീതി അത് പ്ലാൻ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്യുക. ചുമ്മാ തിയറിയെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള പ്ലാനിങ്സ് വെക്കരുത്. പ്രാക്ടിക്കലി ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ട് അത് കംപ്ലീറ്റ് ആയി നല്ലൊരു ഔട്ട്കം കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞിരുന്നു ക്ലസ്റ്റർ ലെവലിലും ബ്ലോക്ക് ലെവലിലും കാര്യമായ ശ്രദ്ധയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയെല്ലാം നല്ല രീതിയിൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാൻ ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ, ഒരു ലീഡർ എന്ന പോലെ ഒരു പ്ലാനർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പ്ലാനിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് പാർട്ടിസിപ്പൻസും ഇത് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ഐഡിയ, ഈ ഒരു പ്ലാനിങ് ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു അറിവ്. ഇനി എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ആ ലെസൺസ് ഒക്കെ വന്നത്. സൂപ്പർവിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ടാലന്റും ഹാർഡ് വർക്കും വേണ്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് അത് കണ്ടക്ട് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതവിടെ വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ സഫീഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് റിസർച്ച്, നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്യുക. പിന്നെ ഈ ഓരോ പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. ഫോർ എന്തിനാണ് സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റ്. പ്രൈമറി എഡ്യൂക്കേഷൻ അത് ചെറിയ ക്ലാസ്സുകളിൽ മാൻ പവർ ആവശ്യമാണ്. ഒരാളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാം ചെയ്യിക്കുന്നത്. ശരിക്കും അവിടെ അങ്ങനെയല്ല. കുട്ടികളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആള് വേണം, ഒബ്സർവ് ചെയ്യാൻ ആള് വേണം. അതുകൊണ്ടാണ് മോണ്ടിസോറി സ്കൂളുകളിൽ, പ്യുവർ മോണ്ടിസോറി സ്കൂളുകളിൽ ഒരു 10 കുട്ടികൾക്ക് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള കണക്കിലാണ് അവിടെ ചെയ്യുക, അല്ലെങ്കിൽ 15 മാക്സിമം. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് 15 കുട്ടികളെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ 3 ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു സാറിന് കൂടാതെ. മറ്റേ ടൈം നമ്മൾക്ക് 5 പേര് 6 പേരെയൊക്കെ സാർ ചിലപ്പോൾ തരുള്ളൂ, ചിലപ്പോൾ 4 പേര്. അങ്ങനെ കൂടുതൽ ആ കുട്ടികളെ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലേ മാൻ പവർ കൂടുതൽ അവിടെ സാർ എടുത്തു. 15 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്ര സ്റ്റാഫിനെ വെക്കുക. ഇത് തന്നെ ആ ഒരു ഡെവലപ്മെന്റ്, ക്ലാസ് റൂം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി പറയുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ ഇൻസ്പെക്ഷൻ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഇതിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേറെയും പല കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ പ്ലാനിങ്, ഓർഗനൈസിങ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് അറ്റ് എലമെന്ററി ലെവലിൽ നമ്മൾ ക്ലസ്റ്റർ ലെവലിലും ബ്ലോക്ക് ലെവലിലും ഒക്കെ ആയിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞു. ബേസ് ലെവലിലും കുറച്ചുകൂടെ ഹയർ ലെവലിലൊക്കെ നമ്മൾ പറഞ്ഞു, ജനറലി പറഞ്ഞു. ശരിക്കും എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന്റെ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് അതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്, ക്ലാസ് റൂം മാനേജ്മെന്റ് ആൻഡ് ലേണിംഗ്, ഇതെല്ലാം ഈ ഒരു ലെവലില് എല്ലാ ഇതിലും കറക്റ്റ് പ്രോപ്പർ പ്ലാനിങ് നടക്കണം. ടൈം മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയതാണ് അല്ലെ. ടൈം മാനേജ്മെന്റ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വെൽക്കമിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ സ്കൂള്. അത് പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ് ഇൻ കരിക്കുലം പ്ലാനിങ്, ഓർഗനൈസിങ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ സിലബസ് റിലേറ്റഡ് ആ ഒരു അക്കാദമിക് പ്ലാനിങ്ങിലും അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്. ക്ലാസ് റൂം മാനേജ്മെന്റിന് വേണ്ടുന്ന ടെക്നിക്സ്, ഹെഡ് മാസ്റ്ററുടെയും ടീച്ചർമാരുടെയും റോള്,
എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിന് അവരുടെ റോൾ, അവരതിനകത്ത് ശരിക്കും ഒരു ട്രിഗർ ചെയ്യുന്നവരാണ് ഈ രണ്ട് കൂട്ടർ. ടീച്ചറുടെ റോള് ഒരു സ്കൂളില്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ, അവരൊരു എന്താ പറയുക ബെനിഫിഷ്യറി എന്നുള്ള പറയുന്നത് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് വരുന്നത്. ഒരു ലീഡർ ഇല്ലെങ്കിൽ എല്ലാം ആകെ ഒരു ഡിസോർഡർ ആയി പോകും അല്ലെ. മാനേജ്മെന്റ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ, സ്കൂൾ റെക്കോർഡ്സ് മാനേജ് ചെയ്യുക, അറ്റൻഡൻസ് ലിസ്റ്റ് ഉണ്ടാവാം, അങ്ങനെ പലതും. അതുപോലെ തന്നെ സ്കൂളിന്റെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. ഈ പ്ലാനിങ് ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലാണ്. പിന്നെ ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, അത് കരിക്കുലം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അവിടെ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സപ്പോർട്ട്. അപ്പൊ മിഷൻ അതെങ്ങനെയായിരിക്കണം, മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് മിഷൻ എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്കം കിട്ടില്ല. ചന്ദ്രയാൻ എത്രയോ വർഷങ്ങൾ എടുത്താണ് അവർ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ വർഷങ്ങൾ എടുക്കാനൊന്നും സമയമില്ല. പക്ഷെ എന്നാലും നമുക്കറിയാം ഒരു അക്കാദമിക് ഇയർ തീരുമ്പോൾ ആ അക്കാദമിക് ഇയറിലെ സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഏതെങ്കിലും ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലാനിങ് നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ നമ്മൾ അവിടെ ഫേസ് ചെയ്ത ചലഞ്ചസിനെ മനസ്സിലാക്കി നെക്സ്റ്റ് അക്കാദമിക് ഇയർ അത് പ്രോപ്പർ ആക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ. ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ലേണിംഗ് പ്രൊസീജിയർ അത് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ ആയിരിക്കണം. കുറെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള അവർ എക്സ്പീരിയൻസിലൂടെ പലതും പഠിക്കണം. അവർ എക്സസൈസ് ആക്ടിവിറ്റീസ് ചെയ്ത് പഠിക്കണം. പലപ്പോഴും തിയറി ഓറിയന്റഡ് ആയി പോവാറുണ്ട്. അതാണ് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കുട്ടികൾക്ക് പലപ്പോഴും അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ചിലപ്പോൾ കുറച്ച് സോഴ്സിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. അതേസമയം അവർ ആ ആക്ടിവിറ്റി ചെയ്ത് അവർ സെൽഫ് ലേണിംഗ് അവരെ മനസ്സിലാക്കുവാണ്. അതിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ അവർക്ക് കുറെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ നല്ലൊരു അച്ചീവ്മെന്റ് ആ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നു. എക്സ്പീരിയൻസും എക്സസൈസസും അങ്ങനെ വരുമ്പോൾ അവർക്ക് റിസൾട്ടിലേക്ക് അവർ കൂടുതൽ എത്തും. അവരെ എൻകറേജ് ചെയ്യണം. ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ ഓരോ ഗോൾ സെറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് അവരെത്തിക്കുക. പല സ്കിൽസും അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക. പലപ്പോഴും പല ടാസ്ക് ചെയ്യാൻ പല സ്കിൽസും ആവശ്യമായിട്ട് വരും. ഇപ്പം മാഗസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് എഴുതണം. അപ്പൊ എഴുതാൻ കഴിവുള്ളവര് പേജ് ഡിസൈൻ ചെയ്യണം. അപ്പൊ അങ്ങനെ പല സ്കിൽസും അത് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ടി വരും. അവരുടെ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ അവരുടെ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്തെല്ലാമാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ തന്നെ അത് ടച്ച് ചെയ്ത് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കുറെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു കുട്ടിക്ക് കൊടുത്ത് നിങ്ങൾ അത് ഒബ്സർവ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ലേണിംഗ് ഔട്ടും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം ത്രൂ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ എബിലിറ്റിയിൽ അവരങ്ങ് മാസ്റ്റർ ആവും. അവരുടെ ആ കഴിവ് അവർ മാക്സിമം പുറത്തേക്ക് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴേക്കും അവരതില് മാസ്റ്റർ ആവും. അങ്ങനെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പല കാര്യങ്ങളെ കുറിച്ചുള്ള കൺസെപ്റ്റ്, നോളജ് ബേസ്ഡ് കൺസെപ്റ്റ്സ് കിട്ടുന്നത് ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ്. അല്ലാതെ കാണാതെ പഠിച്ചിട്ടല്ല. തിയറി കാണാതെ മെമ്മറൈസേഷൻ ഉണ്ടല്ലോ, അത് അങ്ങനെ കാണാതെ പഠിച്ചിട്ടല്ല. ത്രൂ കൺസ്ട്രക്ഷൻ അവർ ത്രൂ ആക്ടിവിറ്റീസിലൂടെ അറിയണം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞാൻ ഇനി 7th ചാപ്റ്റർ ആണ് തോന്നുന്നു എടുക്കാനുള്ളത്. അതോടുകൂടി ഈ ഒരു സബ്ജക്ട് തീരുമായിരിക്കും.
ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്. മോഡ്യൂൾ 5 എല്ലാം കഴിഞ്ഞു. 4 ചാപ്റ്റർ ഉള്ളത് കഴിഞ്ഞു. യെസ് മാം. അപ്പൊ ഈ ഒരു ഇതും കൂടെ ഈ ഒരു ലെസൺ എനിക്ക് തോന്നുന്നു എന്റെ പോർഷൻ ഇനി കഴിയാനുള്ളൂ തോന്നുന്നു അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷനും കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, അത് കുഴപ്പമുള്ള ഒരു ഇതല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ബാക്കി ഭാഗം തന്നെയാണ്. പിജിക്ക് നമുക്ക് മോഡൽ എക്സാം ഉണ്ടാവില്ലേ മാം? പിജിക്ക് മോഡൽ എക്സാം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. വർക്ക്ഔട്ട് ചെയ്ത ആൻസേഴ്സ് ഉള്ളൊരു ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യും. നമുക്ക് ആകെ 2 ചാപ്റ്ററിന്റെ ഇത് മോക്ക് ടെസ്റ്റ് മാം കിട്ടിയിട്ടുള്ളൂ. അത് തരാം. ഓക്കെ, പിജിയുടെ എക്സാം ഡിസംബർ പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും ആവുമായിരിക്കും. എനിക്കൊരു 2 ക്ലാസ് ഒരു 2 1.5 മണിക്കൂറൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിജിയുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, നമുക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.